ഇതെന്താണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? എന്തു വെച്ചതാ? വല്ലാത്തൊരു സർപ്രൈസ് ആയിരുന്നല്ലോ. ഒന്ന് വിളിച്ചെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഞാൻ ഇങ്ങ് പോന്നെ. അച്ഛന്റെ മോളൂസേ? വേണ്ട, അവളിപ്പോ ഉറങ്ങിയതേ ഉള്ളൂ. ഉണർത്തണ്ട. അല്ല, പെട്ടെന്നെന്താ തനിക്ക് ഇങ്ങനെ തോന്നാൻ? എന്തെങ്കിലും കാരണമില്ലാതെ വരില്ലല്ലോ. അതെ, ഞാനേ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചിരിക്കായിരുന്നു. ഇനിയിപ്പോ ബോറടിക്കണ്ടല്ലോ. വേണ്ട, അധികം പുന്നരിക്കാനൊന്നും വരണ്ട. എന്തു പറ്റി? ഞാൻ തന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അതൊക്കെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എടോ, താനിങ്ങനെ പിണങ്ങല്ലേ? സത്യം പറയാലോ, താൻ ഇവിടെ ഇല്ലാത്തതിന്റെ വെറുപ്പുണ്ടല്ലേ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു കാര്യം എനിക്കിപ്പോഴാ മനസ്സിലായേ, താനില്ലാതെ എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. ഞാനും താനും നമ്മുടെ കുഞ്ഞുങ്ങളും, ഇതിനപ്പുറത്തേക്ക് എനിക്കൊരു ലോകമില്ലെന്ന് എനിക്ക് മനസ്സിലായി. സച്ചേട്ടൻ ഇതൊക്കെ വെറുതെ പറയോ? അല്ലടോ, സത്യം. എന്നോട് കള്ളൊന്നും പറയണ്ട. എന്നിട്ടാണോ ഇന്നലെ രാത്രി ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെ? ഇന്നലെ രാത്രി സച്ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഫോൺ വിളിച്ചപ്പോ ഉറങ്ങാൻ പോവാന്നല്ലേ പറഞ്ഞത്? എവിടെയായിരുന്നു ഇന്നലെ രാത്രി? എടോ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ഫ്രണ്ട് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യം. തന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ. കുറച്ച് ക്രിട്ടിക്കൽ അവന്റെ കണ്ടീഷൻ. ജീവിക്കോ മരിക്കോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാ. സത്യത്തില് ഇന്നലെ രാത്രി ഞാൻ അവന്റെ അടുത്തായിരുന്നു. രാത്രി ബ്ലഡ് ആവശ്യം വന്നപ്പോ പോയതാ. എങ്കിൽ പിന്നെ എന്നോട് രാത്രി അവിടെ ആയിരുന്നു എന്ന് പറയായിരുന്നല്ലോ. അത് പിന്നെ പറയാൻ പറ്റിയില്ല. സോറി. താൻ എന്നോട് ക്ഷമിക്കേ. ഇനി അങ്ങനെ ഉണ്ടാവില്ല. സച്ചിന്റെ ലൈഫിലേക്ക് ഇത്ര പ്രാധാന്യത്തോടെ ഇപ്പൊ കയറി വന്ന ആ ഫ്രണ്ട് ആരാ? എനിക്ക് ആ ഫ്രണ്ടിനെ ഒന്ന് കാണണമല്ലോ. എങ്ങനെയുണ്ട് എന്നെ കണ്ട? അവന് കാമുകിയായിട്ട് തോന്നുവോ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഈ ആൾമാറാട്ടം നടത്തിയിട്ടും ഇനി അവിടെ ചെന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? എന്ത് കുഴപ്പം? ഞാൻ അവനോടെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കും. അവസാനം ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളരുത് എന്നുവെച്ച് സംസാരിച്ച് അവസാനം അവൻ എനിക്ക് പകരം നിന്നെ പ്രേമിക്കരുത്. പ്രേമിക്കണമെങ്കിൽ പ്രേമിക്കട്ടെ, ഒരു ചേഞ്ച് ആവുമല്ലോ. അത് ശരി, നിനക്ക് പ്രേമിക്കാൻ എന്റെ ചെക്കനെ തന്നെ വേണമല്ലേ? അതുകൊണ്ട് തന്നെയാ ഞാനും കൂടെ വരുന്നത്. എനിക്ക് നിന്നെ അത്ര വിശ്വാസം പോരാ. എന്നെ വിശ്വസിക്കുന്നത് പോലെ ഈ ലോകത്ത് ആരെയും വിശ്വസിക്കാൻ നിനക്ക് പറ്റില്ല. സത്യത്തിൽ നീ വരാതിരിക്കുന്നതായിരുന്നു നല്ലത്. അപ്പോ എനിക്ക് എന്റെ ചെക്കനെ കാണണ്ടേ? ഞാനും കൂടെ വരുന്നത് തന്നെയാ നല്ലത്. ഇല്ലെങ്കിൽ കുറുക്കന്റെ കയ്യിൽ കോഴിക്കുഞ്ഞിനെ ഏൽപ്പിച്ച പോലെ ഇരിക്കും. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ ദൂരെ നിന്ന് കണ്ടോളാം. കാണാം, പക്ഷെ കേൾക്കാൻ പറ്റില്ലല്ലോ. അതിന് വഴിയുണ്ട്. എന്റെ ഫോൺ നിന്റെ കയ്യിലുണ്ടാവുമല്ലോ. ഹരീഷ് വന്ന് നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോ നീ എന്നെ കോൾ ചെയ്ത് കയ്യിൽ വെക്കണം. ബ്ലൂടൂത്ത് വഴി ഞാനത് കേട്ടോളാം. ഇടി, ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. നിന്റെ തലയിൽ ഇത്രയ്ക്ക് കുരുട്ടുബുദ്ധി ഉണ്ടായിരുന്നോ? എടി, ഇത് കാലം മാറി. 2K കിഡ്സിന്റെ പ്രേമോന്ന് പറഞ്ഞാ അതൊക്കെ കുറച്ച് ടോക്സിക്കാ. അങ്ങനെ എന്തെങ്കിലും അവന്റെ മനസ്സിൽ തോന്നിയാലേ അതെന്താണെന്ന് എനിക്കും കൂടെ അറിയണമല്ലോ. പുറത്തോട്ട് ഇറങ്ങുമ്പോ നമ്മൾ രണ്ടുപേരും കൂടെ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തു പറയും? സാധാരണ നമ്മൾ മാത്രം ഇങ്ങനെ ഒരുമിച്ച് പോവാറില്ലല്ലോ. എന്തെങ്കിലും ഒരു നേർച്ച നടത്താനാണെന്ന് പറഞ്ഞാ മതി. അവൻ ദൈവവിശ്വാസിയാണോ? ആർക്കറിയാം, ഞാനൊന്നും ചോദിച്ചിട്ടില്ല.
സത്യത്തിൽ ഇത് ഭഗവാൻ കൊടുക്കുന്ന ഒരു തേപ്പ് പരിപാടിയാ. പ്രേമിക്കുന്നവരെല്ലാം അവസാനം എപ്പോഴും ചെന്നെത്തുന്നത് ഏതെങ്കിലും പള്ളിയുടെയോ അമ്പലത്തിന്റെയോ മുറ്റത്തായിരിക്കും. കർത്താവിനുള്ള ദിവ്യബലി നടക്കുമ്പോഴും അമ്പലത്തിൽ അഭിഷേകം നടക്കുമ്പോഴും പ്രേമിസ്റ്റുകളുടെ ബഹളമായിരിക്കും. സംസാരിച്ചു നിന്ന് സമയം പോയതറിഞ്ഞില്ല. ഇപ്പൊ തന്നെ ലേറ്റായി. വാ പോവാം. ഓ, അവക്കവനെ കാണാഞ്ഞിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല അല്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ, പ്രേമിക്കുന്ന ആണൊരുത്തനെ കാണാൻ പോകുന്നതിന്റെ സന്തോഷം, അതിന്റെ ഒരു ത്രില്ല്, അത് നിനക്ക് പറഞ്ഞാ മനസ്സിലാവത്തില്ല മോളെ. ശരി, ഇനിയും ഞാൻ നിന്റെ ക്ഷമ പരീക്ഷിക്കുന്നില്ല. വാ പോവാം. വാ. ഡോക്ടർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. രാവിലെ 9 മണിക്കാ സ്കാനിംഗ്. കൂടെ ആരെങ്കിലും ഇല്ലാതെ സ്കാനിംഗ് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ ലക്ഷ്മിയെ കൊണ്ടുവരണം. ആ, കൊണ്ടുവരാം ഡോക്ടർ. നിങ്ങൾക്കറിയാലോ, ഏത് നിമിഷവും എന്തും സംഭവിക്കാം. എപ്പോഴും കൂടെ ഒരാൾ വേണം. ആ, എനിക്കറിയാം ഡോക്ടർ, ഞാനുണ്ടാവും. ബാക്കി എല്ലാം മാറ്റിവെച്ചിട്ട് ഞാൻ നാളെ കൂടെ വന്നോളാം. ആ, ഓക്കെ ഡോക്ടർ.